ഞാനിപ്പോഴേ പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് ഞങ്ങൾ കോയമ്പത്തൂരെല്ലാം കുറെ അലഞ്ഞ് ഗ്യാസിന്റെ ഇഷ്യൂ ഉള്ള കാരണം നമുക്ക് വിറകടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ ഒന്നും രക്ഷയില്ല 2-3 മാസം വെയിറ്റ് ചെയ്യുകയാണ്. അത് മൊത്തം അലഞ്ഞിരിഞ്ഞിട്ട് അവസാനം നമുക്ക് കഞ്ചിക്കോട് നിന്നൊരു ടീമിന്റെ കോൺടാക്ട് കിട്ടി. അത് നമുക്ക് ഇവിടുന്ന് സ്റ്റവും കാണുന്നുണ്ട്. ഇവരോട് ചോദിച്ചോക്കെ ഇതിന്റെ വിശേഷം എന്താണെന്ന്. കാരണം ഇപ്പൊ ഗ്യാസ് ഇല്ലാത്തവരെ എല്ലാവർക്കും ഇതൊരു ഉപകാരമാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ആളോട് തന്നെ നേരിട്ട് സംസാരിക്കാം. അത് നമ്മുടെ വുഡ് ഉപയോഗിച്ച് പാചകം ചെയ്യാനുള്ള അടുപ്പാണ്, വുഡ് സ്റ്റവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വുഡ് സ്റ്റവ് എന്ന് പറഞ്ഞാൽ വുഡ് ഒരു നിശ്ചിത അളവില് വുഡ് ഇതിനകത്ത് ഡംപ് ചെയ്തതിനു ശേഷം ഒരു ഘനമുള്ള ഒരു ഉപയോഗിച്ചിട്ട് ഒരു തീ കത്തിപ്പിടിക്കുന്ന ഒരു 5-6 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് തീ കത്തിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാചകം ചെയ്യാവുന്നതാണ്. തീ കത്തിപ്പിടിച്ചതിന് ശേഷം നമ്മളുടെ ഇതിന്റെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ബ്ലോവർ വെച്ചിട്ടുണ്ട്. ബ്ലോവർ ഹീറ്റ്, അതായത് ഹീറ്റിനെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. സെറാമിക് ലൈനിങ് ഇതിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ ഔട്ട് സൈഡിൽ ചൂട് വരില്ല. ഉള്ളിലൊരു സെറാമിക് ലൈനിങ് ഉണ്ട്. അപ്പൊ പാചകം ചെയ്യുന്ന സമയത്ത് കിച്ചണിനകത്ത് ചൂടുണ്ടാവില്ല. ടീമിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പൊ അത് കാരണമാണ് അത് കത്തിച്ച് തരാത്തത്. കാരണം അത് വേറെ ടീം കൊണ്ടുപോകാണ്. ചേട്ടാ അതിന് എത്ര ടൈം പിടിക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത്? നമ്മളൊരു 10 ദിവസം അഡ്വാൻസ് തന്നിട്ട് നമ്മൾ 10 ദിവസത്തിനകത്ത് ഡെലിവറി ചെയ്യും. ഓക്കെ. ഇതിന് ഏതൊക്കെ എത്ര സൈസിൽ വരുന്നുണ്ട്? ഒരു 8 ഇഞ്ച് ഡൈയിലാണ് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 8 ഇഞ്ച്, 10 ഇഞ്ച്, 12. ഈ തീ വരുന്ന ഈ ഭാഗത്തിന്റെ അളവിനെയാണ് 8 ഇഞ്ച് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് 10 ഇഞ്ചിന്റെയാണ്. 25-നും 50-നും ഇടയ്ക്കുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഈ അടുപ്പിൽ പാചകം ചെയ്യാം. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആളുടെ നമ്പർ അതിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ഡേറ്റ് നമ്പർ